നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിലാപങ്ങൾ 3:32. അവൻ ദുഃഖം വരുത്തിയാലും തൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം അവൻ കരുണ കാണിക്കും. ഇവിടെ നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് അവിടുത്തെ ഓരോ വചനങ്ങളും വായിച്ചാൽ ദുഃഖത്തെക്കുറിച്ചും അത് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വചനത്തിലും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ദുഃഖം വരുത്തിയാലും, ഒരു വ്യസനം, ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കരുണയും ഉണ്ടാകും. എന്തു വലിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് പരിഹരിക്കുവാനുള്ള, ആ പ്രശ്നങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകുമെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വചനസമീക്ഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകാം, ചിലപ്പോൾ ദൈവത്തോട് കുറച്ചും കൂടി അധികമായിട്ട് പറ്റിച്ചേരാം, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ചാണ് ഇരിക്കുന്നത്. കാരണം പ്രശ്നം വരുമ്പോൾ ചിലർ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാൻ വേണ്ടി ശ്രമിക്കും, കാരണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന്. പക്ഷേ ചിലർ ചിന്തിക്കും, ഞാൻ എത്രത്തോളം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടും എത്രത്തോളം ഞാൻ ദൈവത്തോട് ചേർന്നിരുന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ദുഃഖം, ഇത്രയും വലിയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ലഭിക്കും എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയും ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ലീലാമ്മ തോമസ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചെങ്ങന്നൂരിൽ നിന്നാണല്ലേ. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ആൻറ്റിയും അങ്കിളും മാത്രമാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കെന്താ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരദേശികളെ അടക്കം ചെയ്യുവാൻ വാങ്ങിയ നിലം ആരുടേതായിരുന്നു? കുശവന്റെ. അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്, കുശവന്റെ. ആൻറ്റി പാട്ട് പാടുമോ? പാട്ട് പാടാൻ ഒച്ചയൊക്കെ അടങ്ങിയിരിക്കുന്നല്ലേ? ഓക്കെ. അപ്പോൾ പ്രശ്നമല്ല, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഉത്സവ സമയത്ത് തടവുകാരെ വിട്ടയക്കുന്നതിലെ പതിവ് എന്തായിരുന്നു? ആന്റി ക്ലിയർ ആയിട്ട് പറയാമോ? ഉത്സവ സമയത്ത് പുരുഷാരെ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കും. അതെ അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തടവുകാരനെ ഉത്സവ സമയത്ത് നാടുവാഴി വിട്ടയക്കും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞാൽ മതി. ആരായാലും പോരെ? ആരായാലും മതി. തീമോത്തിയോസിനെ പറ്റി പറയാം. തീമോത്തിയോസ് പൗലോസിന്റെ ശിഷ്യനായിരുന്നു. തീമോത്തിയോസ് യഹൂദനായിരുന്നു. അവന്റെ അപ്പൻ യവനായിരുന്നു. യഹൂദ സ്ത്രീ യവനുണ്ടായത്. എങ്കിലും അവനുണ്ടല്ലോ, അവന്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം അവനിലുണ്ടായിരുന്നു. അവന് ക്രിസ്തു വിശ്വാസം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചത്, ആ വിശ്വാസം അവന് പകർന്നു. അപ്പം മാതാക്കളുടെ അമ്മമാരുടെ വിശ്വാസം മക്കൾക്കുണ്ടാകും. അതുകൊണ്ടാണ് അവൻ പൗലോസ്ലിയാരുടെ ശിഷ്യനായിട്ട് പൗലോസിന്റെ കൂടെ നടന്നത്. അതുകൊണ്ട് പൗലോസ്ലിയെ വിളിക്കുന്ന, തീമോത്തിയോസിനെ വിളിക്കുന്ന എന്റെ മകനെ തീമോത്തിയോസ് എന്ന. പൗലോസിന്റെ മകനല്ല, എന്നിട്ടും എന്റെ മകനെ തീമോത്തിയോസ് എന്ന തീമോത്തിയോസ് വിളിക്കുന്നത്. അവന്റെ അമ്മ ലൗവീസ് യുവിക്കായി, അമ്മയും വിദ്യാഭ്യാസം, അവർ രണ്ടുപേരുടെയും പേര് അതുകൊണ്ട് പറയുന്നുണ്ട്. തീമോത്തിയോസ് നല്ലവനായോണ്ട് അവന്റെ അമ്മയുടെയും വിദ്യാഭ്യാസയുടെയും വരെ പേര് ബൈബിളിനകത്ത് രേഖപ്പെടുത്താനിടയായി. അതുകൊണ്ട് മക്കളിൽ കൂടെ മാതാപിതാക്കളെ അറിയപ്പെടും. മക്കൾ നന്നായി വളർന്നാല്
അതെ. അതുപോലെ തീമോത്തിയോസിനെ പോലെ അമ്മയുടെ അപ്പനും ബഹുമാനം കൊടുക്കുന്ന, അതാണ് സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്, അപ്പന്റെ ബഹുത്വം മക്കൾ, ആ അപ്പനും അമ്മയ്ക്കും ബഹുത്വം മക്കളിൽ കൂടെ കിട്ടണം. അതാണ് തീമോത്തിയോസിൽ കൂടെ ആ കുടുംബത്തിന് ലഭിച്ചത്. അതാ തീമോത്തിയോസിനെ ഇഷ്ടപ്പെടാൻ കാരണം. ഓക്കെ. എന്തായാലും തീമോത്തിയോസിനെ കുറിച്ച് ആൻറ്റി പറഞ്ഞു. അത് ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി, ഓരോ മക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ആൻറ്റി സംസാരിച്ചു. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആൻറ്റി പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: യേശുവിൻ്റെ കാലത്തെ കുപ്രസിദ്ധനായ തടവുകാർ ആരായിരുന്നു? അതെ, ആൻസർ കറക്റ്റാണ്, ബറബ്ബാസ്. ഓക്കെ. ഇനി ആൻറ്റി ബൈബിളിൽ ഒരു വചനം പറയാമോ? ഏതെങ്കിലും ഒരു വചനം പറയാമോ? ഞാൻ നിങ്ങൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ പുണ്യാഹാരമായ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്കല്ലോ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഹാബേലിന്റെ രക്തമാണ് ആദ്യം ചുരിയപ്പെട്ടത്. അതിനെക്കാട്ടി പുണ്യാഹാരമായി പാപമില്ലാത്ത രക്തത്തിന്റെ അടുക്കലേക്കല്ലയോ നമ്മൾ അടുത്തു വരുന്നത്. അപ്പോൾ നല്ലൊരു വചനമായിരുന്നു, ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ ആരാണ് ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ആളയച്ചു പറയിച്ചത്? അതെ, ആൻസർ കറക്റ്റാണ്, പീലാത്തോസിന്റെ ഭാര്യ. ഓക്കെ ആൻറ്റി, എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളെ ലീലാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടക്കാം. ഒരു ചെറിയൊരു മോറൽ സ്റ്റോറിയാണ് ഞാൻ ഇന്നും പറയുന്നത്. ഒരു വനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വനത്തിൽ ഇടയ്ക്ക് വേട്ടയ്ക്കും അതുപോലെ തന്നെയാണ് ആരും കാണാതെ ചില മൃഗങ്ങളെ പിടിച്ച് പുറത്തു കൊണ്ട് വിൽക്കും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വേട്ടക്കാരൻ ഈ ഒരു വനത്തിൽ വരുമായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി മൃഗങ്ങളൊക്കെ ആ ഒരു വനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വേട്ടക്കാരൻ തൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി, തനിക്ക് കുറച്ച് വരുമാനം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണ് ഈ വേട്ടക്കാരൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത്. ആ വനത്തിൽ സ്ഥിരം കുറച്ചധികം പ്രാവുകൾ ഒരുമിച്ച് പറന്നു പോകുന്നുണ്ട്, ഒരുമിച്ച് നിന്ന് ഭക്ഷണം കണ്ടെത്താറുണ്ട്, ഒരുമിച്ചാണ് പറന്നു പോകുന്നത്. ഇതെല്ലാം ഈ വേട്ടക്കാരൻ ശ്രദ്ധിച്ചു വന്നു. അപ്പോൾ ഈ വേട്ടക്കാരൻ ചിന്തിച്ചു, ആ പ്രാവുകളെ വലയിട്ട് പിടിച്ചാൽ അതിനെ കൊണ്ടുപോയി വിറ്റ് തനിക്ക് കാശുണ്ടാക്കാമല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഈ പ്രാവുകളെ ഈ വേട്ടക്കാരൻ ശ്രദ്ധിച്ചു വരികയായിരുന്നു. ഒരു ദിവസം വേട്ടക്കാരൻ ചിന്തിച്ചു, ഇപ്പോൾ ഈ പ്രാവുകൾ എവിടേക്കാണ് ദിവസം പോകുന്നതെന്നും എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വെച്ചു. അതിനുശേഷം ഒരു ദിവസം രാവിലെ ഇയാൾ താൻ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് അകലെയായിട്ട്, അധികം വനപ്രദേശമല്ലാത്തൊരു സ്ഥലത്ത് കുറച്ച് ധാന്യമണികൾ വിതച്ചു. അങ്ങനെ പിറ്റേ ദിവസവും രാവിലെ ഈ പ്രാവുകളെല്ലാം ചേർന്ന് കൂട്ടത്തോടെ പറന്നുപോയി തങ്ങളുടെ ഭക്ഷണം തേടിയായിരുന്നു ഈ പ്രാവുകൾ പറന്നത്. ഈ ഒരു സമയത്ത് കൂട്ടത്തുണ്ടായിരുന്ന പ്രാവുകൾ പറഞ്ഞു, ദേ ഒരു സ്ഥലത്ത് കുറച്ചധികം ധാന്യമണികൾ കിടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി ഇന്നത്തെ ഭക്ഷണം അവിടെ നിന്ന് കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന ഒരു പ്രാവുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവ് പറഞ്ഞു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, അവിടെ നെൽപ്പാടങ്ങളോ ധാന്യം വരുവാൻ വേണ്ടി അവിടെ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ഇത് നമ്മളെ ആരെങ്കിലും വലയിലാക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി ഒരു വല വിരിച്ചേക്കുന്നതാകാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മറ്റു പ്രാവുകളൊന്നും ഈ കുറച്ച് മുതിർന്ന പ്രാവ് പറയുന്നത് കേൾക്കുവാനോ ഒന്നിനും അവർ തയ്യാറായിരുന്നില്ല. മുതിർന്ന പ്രാവ് പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല, കാരണം എനിക്ക് ആ കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല, ഞാൻ പറയുന്ന കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റു പ്രാവുകളെല്ലാവരും ചേർന്നു ആ ധാന്യമണികൾ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഈ മുതിർന്ന പ്രാവ് കുറച്ചകലെ ഒരു മരത്തിൽ ഇരിക്കുകയുണ്ടായി.
അങ്ങനെ ഈ മറ്റു പ്രാവുകളെല്ലാം ചേർന്നു ആ വേട്ടക്കാരൻ അവിടെ അവിടെ ഇട്ടിരുന്ന ആ ധാന്യമണികൾ കൊത്തിപ്പെറുക്കി തിന്നുവാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ ആ വേട്ടക്കാരൻ ചിന്തിച്ചതുപോലെ തന്നെ അവിടെ കാര്യങ്ങൾ നടക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് രണ്ടാമതൊരു കോൾ വരുന്നുണ്ട്. ഈ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എൻ്റെ പേര് അലീന. അലീനയാണല്ലേ? അലീന അടൂരിൽ നിന്നാണല്ലേ? അതെ അതെ. ഓക്കെ. ഒട്ടുമിക്കപ്പോഴും വിളിക്കാറുണ്ടല്ലോ. അതെ അതെ, ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം വിളിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞോ? കുഞ്ഞ് മോൻ സ്കൂളിൽ പോയി. ഓക്കെ ഓക്കെ. സ്കൂളിൽ പോയി ആയിരുന്നു, എന്നാല് സ്കൂളിൽ പോയി. കുറച്ച് കുറവുണ്ട്. സൗഖ്യം കൊടുത്തു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂദായുടെ അന്ത്യം എങ്ങനെയായിരുന്നു? യൂദായുടെ അന്ത്യം എങ്ങനെയായിരുന്നു? കറക്റ്റാണ് ആൻസർ. അവൻ തൂങ്ങിച്ചത്തു. എന്തായാലും ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. ആൻസർ കറക്റ്റാണേ. ഓക്കെ. ഇന്ന് അലീന ഒരു പാട്ട് പാടുന്നുണ്ടോ? ഒരു 2 വരി പാട്ട് പാടാം. ഓക്കെ, 2 അല്ല, ഒരു 4 വരി പാടിക്കോളൂ. നിത്യജീവമൊഴികൾ നിന്നുണ്ട് പരമേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരമേ, നിന്നെ വിട്ടിത്താടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിത്താടിയങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. ഹലോ ഹലോ, നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു. അതിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, യൂദ തൂങ്ങിച്ചാകാൻ കാരണം എന്തായിരുന്നു? കുറ്റബോധം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത പാപം എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റബോധം. പാപം ചെയ്തു എന്ന് പറഞ്ഞൊരു കുറ്റബോധം അല്ലേ? അതെ, ആൻസർ കറക്റ്റാണ്. താൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? കഥാപാത്രം എന്ന് പറയുമ്പം പഴയ നിയമത്തിലാണോ അതോ പുതിയ നിയമത്തിലെ കഥാപാത്രമാണോ അതോ? ഏതായാലും മതി. പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാലും മതി. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഇയ്യോബിനെയാണ്. ഇയ്യോബിനെയാണല്ലേ? ഇയ്യോബിനെ കുറിച്ച് ഇന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞോളൂ. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ദൈവം എനിക്ക് ഇയ്യോബിനെ കുറിച്ചുള്ള ചെറിയ ചിന്തകളാണ്. അതായത് ഇയ്യോബ് വളരെ കഷ്ടം സഹിച്ചു, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂല സാഹചര്യം നിറഞ്ഞ സമയത്തും ദൈവത്തെ ഇയ്യോബ് മുറുക്കെ പിടിച്ച്, അതുപോലെ ദൈവത്തെ വളരെ ഒരു ദൈവഭക്തനായിരുന്നല്ലോ. പക്ഷെ തന്റെ ഭാര്യ ഒരു ലൈഫിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തക്ക തുണയാണ് ഭാര്യ എന്ന് പറയുന്നത്. അപ്പം ഭാര്യ വരെ അവനെ കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ ഒരുപക്ഷെ പല പുരുഷന്മാരും പല ഭർത്താക്കന്മാരും ഭാര്യയുടെ വാക്കുകൾക്ക് കീഴ്പ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും എന്റെ വാക്കുകൾ എന്തെങ്കിലും അല്ല, ഞാൻ പറയുന്ന വാക്കുകളും എന്റെ ഹസ്ബൻഡ് കേൾക്കാറുണ്ട്.
കേൾക്കാറുണ്ട്. പക്ഷെ ഇയ്യോബിനെ സംബന്ധിച്ച് അത് അത്രയും അവന് ശരീരത്തിന് വയ്യ, അല്ലെങ്കിൽ അത്രയും കഷ്ടത്തില്ല ഇയ്യോബ്. എന്നിട്ടും ഭാര്യയുടെ വാക്ക് ഇയ്യോബ് കേട്ടില്ല. ഭാര്യയുടെ വാക്ക് കേൾക്കാതെ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, അല്ലെങ്കിൽ ആ വിശ്വാസവും പ്രത്യാശയും ഇയ്യോബ് സൂക്ഷിച്ചെന്നുള്ളതാ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചവിടെ. അതുകൊണ്ട് ഒരിക്കലും ഇയ്യോബ് പരാജിതനായി പോയിട്ടില്ല. അതുകൊണ്ട് പരാജിതനായി ഇയ്യോബ് ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ അത്രയും ഇയ്യോബിന്റെ വിശ്വാസം നമ്മളെല്ലാരും മാതൃകയാക്കേണ്ടത് ഈ ദിവസങ്ങളില്, ഇയ്യോബിന്റെ വിശ്വാസം. അതുകൊണ്ട് ഇയ്യോബിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയ്യോബിനെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, ഇയ്യോബിന്റെ വാക്കുകളും ഒക്കെ. നമുക്ക് ഒരുപാട് സന്തോഷം, അതുപോലെ ആത്മധൈര്യം എല്ലാം തരുന്നതാണ് ഇയ്യോബിന്റെ ജീവിതം. ആ ഒരു വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ദുഃഖത്തിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു രോഗമോ ദുഃഖമോ വന്നാല് ഇയ്യോബിനെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര വിടുതലും കിട്ടും. ദൈവത്തോട് അത്രയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭയങ്കര വിടുതലും നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടും. അതെ. അപ്പോൾ എന്തായാലും ഇയ്യോബിന്റെ കുറച്ച് ക്വാളിറ്റീസിനെ കുറിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അലീന സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത് എന്തു ചെയ്തു? ഒരു ഭണ്ഡാരത്തിൽ ഇട്ടു. ഭണ്ഡാരത്തിലിടുകയാണോ ചെയ്തത്? അല്ല, സോറി, ഒരു നിലം വാങ്ങിച്ചു. അതെ, നിലം വാങ്ങിച്ചു. കറക്റ്റാണ്. പരദേശികളെ അടക്കം ചെയ്യുവാൻ കുശവന്റെ നിലം വാങ്ങി. അപ്പോൾ കറക്റ്റായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: പരദേശികളെ അടക്കം ചെയ്യുവാൻ വാങ്ങിച്ച നിലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതെ, ആൻസർ കറക്റ്റാണ്, രക്തനിലം. ഓക്കെ, ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ അടൂരിൽ നിന്നും അലീനയാണ് വിളിച്ചത്. അലീന എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയ്യോബിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ഈ പറവകളെല്ലാം ചേർന്നു അവിടെ നിന്ന് ആ ധാന്യമണികൾ കൊത്തി തിന്നുവാൻ തുടങ്ങി. ധാന്യമണികൾ കൊത്തി തിന്നതിന് ശേഷം ഇവർ പറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ വല വിരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വേട്ടക്കാരനും അവിടേക്ക് വന്ന് വേട്ടക്കാരൻ ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം തൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ഒത്തിരി പ്രാവുകളെ ഇന്ന് കിട്ടിയിട്ടുണ്ട്, ഇതെനിക്ക് ആ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല കാശ് കിട്ടും. അങ്ങനെ ഇയാൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഈ പറവകളെ വല വിരിച്ച് പിടിച്ചതിന് ശേഷം അവയെ മറ്റൊരു കൂട്ടിലേക്ക് ആക്കണമായിരുന്നു. അതിനുവേണ്ടി ഇയാൾ കൂടെടുക്കുവാൻ വേണ്ടി കുറച്ചപ്പുറത്തേക്ക് പോയി. ഈ സമയത്താണ് അവിടെ ഒരു മുതിർന്ന പ്രാവ് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ പ്രാവ് അരികിൽ വന്നിട്ട് ഈ പ്രാവുകളോട് പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നമുക്ക് ആരെങ്കിലും ഒരു കെണി വിരിച്ചതായിരിക്കാം, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന്. പക്ഷേ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. അപ്പോൾ ഈ പ്രാവുകൾ തിരികെ പറഞ്ഞു, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത്രത്തോളം അറിവും അതുപോലെ തന്നെയാണ് നമ്മളെക്കാളും ഇച്ചിരി പ്രായമുള്ള അങ്ങ് പറയുന്ന കാര്യം ഞങ്ങൾ കേൾക്കണമായിരുന്നു, പക്ഷെ ഞങ്ങൾ കേട്ടില്ല, ഇങ്ങനെ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുതിർന്ന പ്രാവ് വീണ്ടും പറയും, നിങ്ങൾക്ക് ഇനിയും ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരമുണ്ട്, നിങ്ങളത് വിനിയോഗിച്ചാൽ നല്ലതായിരിക്കുമെന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ ഈ വലയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഓരോരുത്തരായിട്ടാണ് ഓരോ വഴികൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ശ്രമിക്കാതെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുപോലെ ഒരേ ശക്തി എടുത്ത് ഈ വലയുമായിട്ട് പറന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ പ്രാവ് പറഞ്ഞത് അനുസരിച്ചില്ല. ഇനിയും അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം അപകടത്തിലാകുമെന്ന് ചിന്തിച്ച് ഈ പ്രാവുകളെല്ലാം ഒരുമിച്ച് നിന്നും സർവ്വശക്തിയും എടുത്ത് പറക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആ പ്രാവ് പറഞ്ഞതുപോലെ തന്നെ അവൾ ആ വലയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു.
ഇത് കണ്ടപ്പോൾ ഈ വേട്ടക്കാരന് അത്ഭുതമായി. കാരണം താൻ വല വിരിച്ചിട്ടുണ്ടായിരുന്നു, വലയിലായിരുന്നു. പക്ഷേ ആ വലയുമായിട്ട് എല്ലാ പ്രാവുകളും പറന്നു പോകുന്നതാണ് ഈ വേട്ടക്കാരൻ കണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാവുകളുടെ അടുക്കൽ ഈ മുതിർന്ന പ്രാവ് എത്തിയതിന് ശേഷം പറഞ്ഞു, നിങ്ങൾക്കൊരു അപകടം വന്നു. അപകടം വരാൻ പോകുന്ന സൂചന ഞാൻ അറിയിച്ചിട്ടും നിങ്ങളത് സ്വീകരിച്ചില്ല. രണ്ടാമത് നിങ്ങൾക്കൊരു അപകടം വന്നു. ആ അപകടത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ അനുസരിച്ചു. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം ശ്രമിക്കാതെ കൂട്ടമായിട്ടൊരു കാര്യം ശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞാൽ അത് കേട്ടനുസരിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് കേട്ടനുസരിച്ചാൽ നല്ലതായിരിക്കുമെന്നൊരു ഉപദേശം കൂടി കൊടുത്തു. നമുക്കിനി എന്തായാലും അവസാനമായിട്ടൊരു കോളും കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ് ആൻറ്റി വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്ന്. കോട്ടയത്ത് എവിടെയാണ് ആൻറ്റി സ്ഥലം പറഞ്ഞത്? പുല്ലരിക്കുന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ആൻറ്റി വീട്ടിലാരൊക്കെയാ ഉള്ളത്? ആരുമില്ല മോനെ, ഞാൻ മാത്രമേ ഉള്ളൂ. തന്നെയാണോ? ഓക്കെ. അപ്പോൾ നമുക്കെന്താ ക്വസ്റ്റ്യനിലേക്ക് പോകാം? ആയിക്കോട്ടെ മോനെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിഹിക്കോസിനൊപ്പം പൗലോസ് കൊലോസിയിലേക്ക് അയച്ച മറ്റൊരു വിശ്വസ്ത സഹോദരൻ ആരായിരുന്നു? എന്താ ആൻറ്റി, ചോദ്യം മനസ്സിലായോ? പൗലോസ് കൊലോസിയിലേക്ക് അയച്ച മറ്റൊരു വിശ്വസ്ത സഹോദരൻ ആരായിരുന്നു? ആ അതെ അതെ, കറക്റ്റാണ്, ഒനേസിമോസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റാണ്. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടാമല്ലോ. ഒരു 4 വരി പാടിക്കോളൂ. ദുഃഖത്തിൽ ആശ്വാസമോ രോഗത്തിൽ എൻ സൗഖ്യമോ ഘോരാവിപത്തുകളിലെന്നെ ശാശ്വത ഭുജങ്ങളാൽ മറോടണ ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. തീർന്നാൽ നീ എന്തു പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? തീർന്നാൽ നീ എന്തു പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തെ ആശ്വാസമായി രോഗത്തെ എൻ സൗഖ്യമായി ശാശ്വതഭുജങ്ങളാൽ മാറോടണ ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ, നല്ല പാട്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ആൻറ്റി. ചോദ്യം ഇതാണ്, പൗലോസിന്റെ കൂട്ടു തടവുകാരൻ ആരായിരുന്നു? പൗലോസിന്റെ കൂട്ടു തടവുകാരൻ. പൗലോസിന്റെ കൂട്ടു തടവുകാരൻ ആരായിരുന്നു? കറക്റ്റാ, ആൻസർ കറക്റ്റാണ്. കൂട്ടു തടവുകാരൻ അരിസ്തർക്കോസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി ബൈബിളിൽ ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? മോശയെക്കുറിച്ച് പറയാം. മോശയെക്കുറിച്ച്. ഓക്കെ, എന്തുകൊണ്ടാണ് ആന്റിക്ക് മോശയെ ഇഷ്ടം? മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. മുഖാമുഖം കണ്ടെന്ന് പറഞ്ഞാല് കർത്താവ് പറഞ്ഞ മോശയോട് പറഞ്ഞു, ഈ പാറയുടെ വിളർപ്പിൽ നിന്ന്
ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പുറകുവശം നിനക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഉം. അങ്ങനെ ദൈവത്തെ കാണുവാൻ, ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടാനും സാധിച്ച ഒരു മനുഷ്യനാണ് മോശ. ഉം. മോശ ഐസയുടെ മക്കളെ വിടുവിക്കാൻ വേണ്ടി മോശയോട് പറയുന്ന സമയത്ത് മോശ ഒരുപാട് ഒഴിവഴികൾ പറയുന്നുണ്ട്. ഉം. ഞാൻ വിദ്യനാണ്, എനിക്ക് തടിച്ച നാവുള്ളവനാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള തന്റെ ബലഹീനതകളൊക്കെ ദൈവത്തിന്റെ മുൻപാകെ നിരത്തി വെക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആ മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ നാവോടും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഉം. ആ ഉറപ്പില് മോശത്തിന്റെ ഈ 600,000 ആ ലക്ഷം ജനങ്ങളെ കൊണ്ട് ചെങ്കടലിന്റെ കടക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്ന സമയത്ത് മോശയ്ക്ക് നേരിട്ട വലിയ പ്രതിസന്ധി. ഉം. മുൻപില് ചെങ്കടല്, പുറകില് ഫറവോൻ വലിയ സന്നാഹത്തോടുകൂടെ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നു. ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് പറയുകയാണ്. ഓക്കെ ആൻറ്റി, മോശയെക്കുറിച്ച് ആൻറ്റി വളരെയധികം ദീർഘമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ബർന്നബാസിന്റെ ബന്ധു ആരായിരുന്നു? ബർന്നബാസിന്റെ മറ്റനായ മർക്കോസ് ആയിരുന്നു. അതെ അതെ, ആൻസർ കറക്റ്റാണ്, മർക്കോസ്. ഇനി അവസാന ചോദ്യമാണ്. ചോദ്യം ഇതാണ്, യൂസ്തുസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? യൂസോസിന് വേറൊരു പേരുണ്ട്, യേശു എന്ന്. എന്താ? യൂസോസിന് യേശു എന്ന് മറുപേരുണ്ട്. അതെ അതെ, ആൻസർ കറക്റ്റാണ്, യേശു. അപ്പോൾ എല്ലാ ചോദ്യവും കഴിഞ്ഞിട്ടുണ്ട് ആൻറ്റി. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കോട്ടയത്ത് നിന്നും സാറാമ്മ ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ചെറിയൊരു മോറൽ സ്റ്റോറിയാണ് പ്രാവുകളുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്കൊരു ദുഃഖം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അവസാനം നമുക്കതിനൊരു പരിഹാരം ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്താലും ഇതൊരു പ്രശ്നം വന്നാലും അവസാനം പരിഹാരം ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ ഒരുമിച്ച് നിന്നാൽ, ഒത്തിരി പേരുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്രാപിക്കുവാൻ സാധിക്കുമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.